ഹലോ, നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാൻ അനുപമയോട് സംസാരിക്കുമ്പോഴേ ചാറ്റ് ചെയ്യുമ്പം അനുപമ പറയുണ്ടായി, അനുപമയും മോനും കൂടെ ചേർന്നിട്ടാണ് റീൽസ് കാണാറുള്ളത്. അപ്പോൾ അവൻ കൊഞ്ചിയിട്ട് ഹലോ നമസ്കാരം പറയുമെന്ന്. അപ്പോൾ ഇക്കാര്യം എന്നോട് വോയിസ് നോട്ടിൽ പറയുമ്പം അത് കേട്ടിട്ട് അവൻ അവിടുന്ന് കൊഞ്ചുന്ന കേട്ടു, ഹലോ നമസ്കാരം എന്ന്. ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ കേൾക്കാൻ. അതേപോലെ തന്നെ എൻ്റെ വോയിസ് നോട്ടിൽ ശബ്ദം റെക്കഗ്നൈസ് ചെയ്തിട്ട് അവൻ ഓടി വന്നു എന്ന് പറഞ്ഞു. എനിക്കിതൊക്കെ പുതിയ എക്സ്പീരിയൻസും ഏറ്റവും നല്ല അനുഭവങ്ങളുമാണ് കേട്ടോ. ഇന്നലെ അനുപമയുടെ ഫ്രണ്ട്, നെയ്ബറും ഫ്രണ്ടും ഒക്കെ ആയിട്ടുള്ള അതുല്യക്ക് ഞാനൊരു കേക്ക് കൊടുത്തിരുന്നു കേട്ടോ, മിക്സ് ഫ്രൂട്ട് കേക്ക്. അനുപമയുടെ അടുത്ത് നിന്ന് കിട്ടിയിരുന്ന അതേ വോം എക്സ്പീരിയൻസ് ആയിരുന്നു അതുല്യയുടെ അടുത്ത് നിന്ന് കിട്ടിയത്. ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണെന്നറിയോ. ആൻഡ് ഈ കേക്ക് ഇത് സ്വപ്നക്കൂടാണെന്ന് കാണുമ്പോഴേ അറിയാലോ. ഇത് അശ്വതിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കേക്കാണ്, ഡോക്ടർ അശ്വതി മോഹന്. പലപ്പോഴായിട്ട് അശ്വതിക്ക് കേക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം അശ്വതി വിളിച്ചിട്ട് പറഞ്ഞു അടുത്ത ദിവസത്തേക്ക് അവരുടെ ക്ലിനിക്കിൽ, റീജൻ കെയർ എന്നാണ് അവരുടെ ക്ലിനിക്കിൻ്റെ പേര്, വെണ്ണലയിൽ. അപ്പോൾ അവിടേക്ക് ഒരു കേക്ക് ആവശ്യമുണ്ട്, അവിടെ എന്തോ ലോഞ്ചിങ് ഉണ്ട്. അപ്പോൾ അതിനൊരു ബെസ്റ്റ് കേക്ക് ഏതാ കൊടുക്കാൻ പറ്റുകയെന്ന് അങ്ങനെ കുറച്ച് കേക്ക്സ് ഒക്കെ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ഈ സ്വപ്നക്കൂട് ഒന്ന് ട്രൈ നോക്കൂ, അതുവരെയും അശ്വതി ട്രൈ ചെയ്തിട്ടില്ല. അങ്ങനെ അതിനെ ചൂസ് ചെയ്യാമെന്ന് അശ്വതി പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ജാനുവരി 19 ഞാൻ ഈ കേക്ക് ചേച്ചിക്ക്, ഗീത ചേച്ചിക്ക് കൊടുക്കണത്. അതിനു മുമ്പ് ഈ കേക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ അന്നത്തിന് ശേഷമാണ് ഈ പേര് വന്നത്. ഈ വീക്ക് ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്തു, ദിവ്യ. അയർലൻഡിലാണ് കേട്ടോ ദിവ്യ, ഇപ്പോൾ നാട്ടിലുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു അന്നത്തെ ആ സ്വപ്നക്കൂട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കേക്കായിരുന്നു എന്ന്. അത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയും ചെയ്തു. ഗീത ചേച്ചി അന്ന് പറഞ്ഞിരുന്നു അവരുടെ വളരെ കുറച്ച് പേരുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ഗ്യാതറിംഗ് ആണ്. ആ ഗ്രൂപ്പിൻ്റെ പേരാണ് സ്വപ്നക്കൂട്. അപ്പോൾ അതിലൊരു കുട്ടി അയർലൻഡിൽ നിന്നുണ്ട്. അപ്പോൾ ആ കുട്ടി ഇപ്പോൾ ഇവിടെ ഉണ്ട്. എല്ലാവരും കൂടെ ചേർന്ന സമയമായതുകൊണ്ടാണ് ഇങ്ങനെ കേക്കിനെ പറ്റി ആലോചിച്ചതെന്നൊക്കെ. അന്നത്തെ ആ കേക്ക് കഴിച്ചിട്ടാണ് മഞ്ജു വാര്യരുടെ ഫീഡ്ബാക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അവരുടെ ഗ്രൂപ്പ് മെമ്പറാണല്ലോ. അന്നത്തെ ആ ഗ്രൂപ്പിനകത്തുണ്ടായിരുന്ന ദിവ്യയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും വിളിച്ചിട്ട് അപ്പോഴും ഈ കേക്കിനെ കുറിച്ച് കുറേ സംസാരിച്ചു കേട്ടോ. ഭയങ്കര സന്തോഷമായി. എന്നോ ഒരു വർഷം മുമ്പ് കൊടുത്തിട്ടുള്ള കേക്കിനെ കുറിച്ച് ഇപ്പോഴും കേൾക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, അങ്ങനെ കേക്ക്സ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് മാജിക് തന്നെയാണ് ലൈഫിൽ തരുന്നത്. എത്രയോ പേര് എപ്പോഴും പറയണ കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് എക്സ്പീരിയൻസ് മുമ്പിൽ കാണാറുണ്ട്, ലൈഫിനെ പറ്റി ടോട്ടലി ഹോപ്പ്ലെസ് ആയിട്ട് പോണത്. അതായത് അവർ വിചാരിച്ച മാതിരത്തെ ഒന്നും തന്നെ ലൈഫിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈഫിൻ്റേതായിട്ടുള്ള പ്ലാൻ ഉണ്ട്. നമുക്ക് വേണ്ടി അതിനേക്കാളും നമ്മൾ വിചാരിച്ചതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ലൈഫ് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അതിപ്പോൾ ലൈഫെന്നോ യൂണിവേഴ്സെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ആ ഒരു പ്ലാനിന് വേണ്ടിയിട്ട് നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ലൈഫിലുള്ള പ്രതീക്ഷ കളയരുത്. എന്തെങ്കിലും നമ്മളിങ്ങനെ നല്ലത് ചെയ്തുകൊണ്ടിരിക്കുക, എന്തെങ്കിലും നമുക്കതിന് നല്ല റിട്ടേൺ തന്നെ കിട്ടും. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസേ പറയാൻ പറ്റുള്ളൂ. അതാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ നമ്മുടെ ഈ കേക്കിൻ്റെ ഫീഡ്ബാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഡോക്ടർ അശ്വതിയുടെ ഫീഡ്ബാക്ക്.